വിശ്വാസികളെ സ്നേഹത്തിലും ഐക്യത്തിലും ചേർത്ത് നിർത്തി ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ മഹനീയത ഉയർത്തിയ ഓണംകുളം അച്ഛന്റെ വേർപാടിന്റെ വേദനയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയും ചമ്പക്കുളം ബസിലിക്ക ഇടവകയും. ഓണംകുളം അച്ഛൻ സ്വർഗീയ യാത്രയായപ്പോൾ വേദനിക്കുന്നവർ ഏറെയാണ്. ആത്മീയ തീക്ഷ്ണതയും സൗമ്യതയും കഠിനാധ്വാനവും സംഘാടകത്വ മികവും ഒന്നുചേർന്ന ഗ്രിഗറി ഓണംകുളം അച്ഛൻ വൈദികർക്ക് മാതൃകയായ ഉത്തമ വൈദികനായിരുന്നു. കല്ലൂർക്കാട് ചമ്പക്കുളം ബസിലിക്ക റെക്ടറായല്ല ഞങ്ങളുടെ ഓണംകുളം അച്ഛൻ എന്നാണ് നാട്ടുകാരും ഇടവകക്കാരും അച്ഛനെ വിളിച്ചിരുന്നത്. ഇടവകയിൽ സേവനം ചെയ്ത 3 വർഷവും 3 മാസവും കൊണ്ട് കല്ലൂർക്കാട് ബസിലിക്കയുടെ മുഖഛായ മാറ്റിയെടുക്കാൻ അച്ഛന് സാധിച്ചു. സഹനദാസൻ ബെനഡിക്ട് ഓണംകുളം അച്ഛന്റെ കുടുംബത്തിൽ അതിരമ്പുഴയിൽ 1961 ജൂലൈ 6 ലൂക്ക ഫ്രാൻസിസ് ചിന്നമ്മ ദമ്പതികളുടെ മകനായാണ് അച്ഛൻ ജനിച്ചത്. 1987 ഏപ്രിൽ 29 ഭാഗ്യസ്മരണാർഹനായ സീറോ മലബാർ സഭയുടെ കിരീടം മാർ ജോസഫ് പൗത്തിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയ അച്ഛൻ അതിരൂപതയിലെ നിരവധി പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയും വികാരിയുമായി സേവനം അനുഷ്ഠിച്ചു. തുടർന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏക ബസിലിക്കയായ ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക റെക്ടറായി നിയമിതനായത്. ഇടവകയെ ഒരു കുടുംബമായി കണ്ട് കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തി സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകി ഓണംകുളം അച്ഛൻ കൊച്ചച്ഛന്മാർക്ക് ഉത്തമ മാതൃകയായി. ഉചിതമായ രീതിയിൽ ആഘോഷങ്ങളും അനുസ്മരണങ്ങളും നടത്തി ബസിലിക്ക കുടുംബത്തെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ചു നിർത്താൻ അച്ഛന് സാധിച്ചുവെന്നത് വലിയ ദൈവാനുഗ്രഹമായി ഇടവകക്കാർ അനുസ്മരിക്കുന്നു. ബസിലിക്ക ദർശന സമൂഹത്തിന്റെ പ്രവർത്തനം കൂടുതൽ തീക്ഷ്ണമാക്കാൻ അച്ഛൻ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കുട്ടനാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എന്നും കർഷകർക്കൊപ്പം ശക്തമായി നിലകൊള്ളാനും അച്ഛനായി. ശുശ്രൂഷ കാലയളവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന മുഖമായ ചാസ് ജീവകാരുണ്യനിധി, കളറെ ഡ്രീം, കളറെ ഹോം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്ക് നിറവും സ്വപ്നവും പകർന്നു. ഭവനരഹിതരായ നിരവധി കുടുംബങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി. കല്ലൂർക്കാട് ബസിലിക്കയുടെ റെക്ടർ സ്ഥാനം വഹിക്കുമ്പോഴും അതിരൂപതയുടെ ജീവകാരുണ്യനിധി, കളറെ ഹോം, കളറെ ഡ്രീം എന്നിവയുടെ നടത്തിപ്പും അച്ഛന് തന്നെയായിരുന്നു. കൂടാതെ ദീപിക ഡയറക്ടർ ബോർഡ് അംഗം, ഫാദർ സെബാസ്റ്റ്യൻ കുന്നത്ത് ട്രസ്റ്റിന്റെ നടത്തിപ്പ് എന്നിവയും അച്ഛൻ സ്തുത്യർഹമായാണ് നിർവഹിച്ചത്. നിറഞ്ഞ ആത്മീയ ചൈതന്യത്തിൽ 37 വർഷം കരുണയോടും കരുതലോടും വൈദിക ശുശ്രൂഷ നിർവഹിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായ ഓണംകുളം അച്ഛന് ക്രിസ്ത്യൻ ലൈവിന്റെ ആദരാഞ്ജലികൾ.